ആ വീടാണ് മദർ തെരേസ ലീമയുടെ പ്രവർത്തന രംഗം. ഒട്ടേറെ ആളുകൾക്ക് ആശ്വാസമായി അമ്മ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഈ അമ്മയാണ് CSST കോൺഗ്രിഗേഷന്റെ സ്ഥാപകയായ മദർ തെരേസ ലീമ. വെറും 15 വർഷങ്ങളുടെ പ്രവർത്തനങ്ങൾക്കു ശേഷം 44-ാം വയസ്സിൽ ആ അമ്മ ഒരു ട്രെയിൻ അപകടത്തിൽ മരണമടഞ്ഞു. ആ അമ്മ കാരണമാണ് സെയിന്റ് ആന്റൺ വിദ്യാപീഠം സ്കൂൾ ഇവിടെ സ്ഥാപിതമായത്. ആ അമ്മയുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഏതാനും പേജുകൾ നമുക്ക് ഇവിടെ വായിക്കാം. അമ്മേ, വല്ലതും തരണേ. മോളുടെ വീട് എവിടെയാണ്? ഞാൻ ആ കടയുടെ തിണ്ണയിലാണ് കിടക്കുന്നത്. എനിക്ക് വീടൊന്നുമില്ല. പലപ്പോഴും പട്ടിണിയാണ്. വളരെ പേടിച്ചാണ് അവിടെ കിടക്കുന്നത്. ഈ സ്നേഹമുള്ള അമ്മയെ ഒന്ന് കാണാൻ വന്നതാണ്. മോൾ ഇനി എങ്ങും പോവണ്ട. ഞാൻ നിന്നെ ഞങ്ങളുടെ ഭവനത്തിൽ താമസിപ്പിക്കാം. നേരാണ് അമ്മേ. ഈശ്വരനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ ഇവിടുത്തെ പണികളൊക്കെ ചെയ്ത് അമ്മയെ സഹായിക്കാം. മോളെ, ഞാൻ മറന്നുപോയി. മോൾക്ക് നല്ല വിശപ്പുണ്ടാവും അല്ലേ? വാ, നമുക്ക് അടുക്കളയിൽ പോയി വല്ലതും കഴിക്കാം. നല്ല രുചിയുള്ള ഭക്ഷണം. ഒത്തിരി ഉപകാരം അമ്മേ. മോള് എത്ര സുന്ദരിയാണ്. ഞാൻ നിന്നെ ഒരു ജോലി പഠിപ്പിക്കാം. കയറ് പിരിക്കുന്ന ജോലി. കയറ് പിരിച്ച് കാശുണ്ടാക്കി നിനക്ക് ജീവിക്കാൻ പറ്റും. ഞാനൊരു കുടിൽ വെച്ച് തരും. നിനക്ക് പറ്റിയ ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ച് തരാം. 2 പേരും കൂടെ ജോലി ചെയ്ത് പണമുണ്ടാക്കി നല്ലൊരു വീട് വെച്ച് സുഖമായി ജീവിക്കണം. അമ്മേ, ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവളെ കൂടി വിളിച്ചു കൊണ്ടുവരട്ടെ? ഇപ്പോൾ തന്നെ മോള് ആ ഇടുങ്ങിയ മുറിയിലല്ലേ കിടക്കുന്നത്? അവിടെ അവൾക്കും കൂടെ താമസിക്കാൻ പറ്റുമോ? അമ്മേ, അവളും പുറത്താണല്ലോ കിടന്നുറങ്ങുന്നത്. ഞങ്ങൾ 2 പേരും ആ മുറിയിൽ ഒരുമിച്ച് കിടന്നുകൊള്ളാം. പോയി കൊണ്ടുവരും മോളെ. പാവപ്പെട്ടവർക്ക് ഒരു അമ്മയായി ഒരു കന്യാസ്ത്രീ എറണാകുളത്ത് എത്തിയിരിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു. പലരും അമ്മയുടെ അടുത്ത് അഭയത്തിനായി വന്നു. അമ്മ അവരെ സ്വന്തം മക്കളെ പോലെ പരിപാലിച്ചു. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനും തുടങ്ങി. കൊച്ചി മഹാരാജാവ് ഈ വാർത്തയറിഞ്ഞ് മദറിനെ വന്ന് കണ്ടു. സെന്റ് തെരേസസ് കോളേജ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ മുൻവശത്ത് കുറേ സ്ഥലം മദറിന്റെ ആവശ്യങ്ങൾക്കായി കൊടുത്തു. അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയ ഒരു മഠം അവിടെ സ്ഥാപിതമായി. പലരുടെയും സഹായത്താൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കൂളും ദരിദ്രരും അവശ്യരും ആലംബഹീനരുമായ വിദ്യാർത്ഥികളെ താമസിപ്പിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായി. കുറെ പേർ കയറ് പിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. കയറി വരൂ. ഇതെന്റെ കുട്ടിയാണ്. എന്റെ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ കുട്ടിയെ തരണം. മോളെ, നിന്നെ കൊണ്ടുപോകുവാൻ ഇതാ നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. അമ്മേ, അച്ഛന്റെ കൂടെ ഞാൻ പോകില്ല. അമ്മേ, എന്നെ വിടരുത്. കുട്ടിയെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ഞാൻ അവളെ നിർബന്ധിച്ച് വിടുകയില്ല. നിങ്ങളുടെ കുട്ടിക്കോ മറ്റൊരു കുട്ടിക്കോ അവരുടെ മാതാപിതാക്കളുടെ സമ്മതം കൂടാതെ ഞാൻ മാമോദീസ നൽകില്ല. പക്ഷേ അവർക്ക് പ്രായപൂർത്തിയായാൽ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ചെയ്യും. മോളുടെ അച്ഛനല്ലേ വന്നിരിക്കുന്നത്? മോൾ പോയിക്കോ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരാം. അമ്മേ, എന്നെ നിർബന്ധിക്കരുത്. അച്ഛൻ എന്നെ തല്ലിച്ചതയ്ക്കും, എന്നെ കൊല്ലും. മോളെ, അച്ഛൻ മോളെ നന്നായിട്ട് നോക്കാം. എന്റെ കൂടെ വരില്ലേ? ഇല്ല, ഞാൻ വരില്ല. എനിക്ക് ഈ അമ്മ മതി. അമ്മ എനിക്ക് ചോറും കറിയും ചായയും പലഹാരങ്ങളും ഒക്കെ തരും. എന്നെ പഠിപ്പിക്കുകയും ചെയ്യും. മോൾ പറയുന്നത് കേട്ടില്ലേ? നമുക്ക് പോകാം. നീ അവളെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ഫലമാണിത്.
ജീവിതത്തിലെ ഈ പേജുകൾ വായിക്കുമ്പോൾ മദറിന്റെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റവും തന്റെ സമർപ്പണ ബോധവും ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വവും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും നമുക്ക് വായിച്ചെടുക്കാം. അമ്മയുടെ ജീവിതം നമുക്ക് തരുന്ന ഗുണപാഠങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. ഇന്ന് ലോകമെമ്പാടും ശാഖകളുള്ള CSST സഭ 10 രൂപ വാടക കൊടുത്ത് താമസിച്ച ഒരു വീടിനുള്ളിലാണ് ആരംഭിച്ചത്. ദൈവദാസിയായി സഭ ആദരിക്കുന്ന മദർ തെരേസയെ അറിയപ്പെടുന്ന ഒരു പുണ്യവതിയാക്കി ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.